നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ നേരിട്ട ഈ സിറ്റുവേഷൻ, ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ അവനെ കൊണ്ട് എത്തിക്കും. ഇതെന്റെ തീരുമാനം, എന്റെ ദൃഢനിശ്ചയം. ഞാൻ നാണം കിട്ടുമെന്നവരല്ല എനിക്ക് സങ്കടം. ഞാൻ ഏറ്റവും അധികം വിശ്വസിച്ച, സ്നേഹിച്ച രാജു, അവൻ തന്നെ ഈ ചതി എന്നോട് ചെയ്തു. അതാ എന്നെ തളർത്തുന്നേ. അതിന് കൂട്ടുനിൽക്കാൻ എന്റെ മകളും. പാല് കൊടുത്ത കൈക്ക് തന്നെയല്ലേ അവര് കൊത്തിട്ട് പോയത്. അതിൽ നിന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. രാജു ശരിയല്ല എന്ന് എത്ര തവണ നിന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചു. അന്നൊക്കെ നീ അത് അവഗണിച്ചു. അവനെപ്പോലൊരു നന്മ മരം ഈ ലോകത്ത് വേറെ ഇല്ല എന്ന രീതിയിൽ നീ എന്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞു. ഒരു രീതി പറഞ്ഞ അവന് മാത്രമാണ് നന്മമരം. അവന് നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമേ അവൻ ചെയ്യൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവന് നന്മ വരുന്ന കാര്യം അവൻ ഒരു ഉളുപ്പില്ലാതെ അങ്ങ് ചെയ്തു. അതിലാരൊക്കെ വിഷമിക്കുന്നു, ആർക്കൊക്കെ വേദനിക്കുന്നു എന്ന് അതൊന്നും അവനെ സംബന്ധിക്കുന്ന കാര്യമേ അല്ല. ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടതല്ലേ. അപ്പ പോലും അവൻ ഇങ്ങനെ ചെയ്യാനുള്ള പ്ലാനിലാണെന്ന് ആരെങ്കിലും കരുതിയോ? അതാണവൻ, സെൽഫിഷ്. അമ്മാവ, അവര് രണ്ടും ചേർന്ന് എന്റെ ജീവിതം കൂടി ഇല്ലാതാക്കിയത്. ഇനി അവൻ എന്റെ കൈ കിട്ടിയാ തീർക്കും ഞാൻ, ഇരുചെവി അറിയാണ്ട്. എന്തെങ്കിലും ചെയ്യണമായിരുന്നെങ്കിൽ എനിക്ക് ആ സ്പോട്ടിൽ വെച്ച് തന്നെ ചെയ്യാമായിരുന്നു. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്കറിയാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്ന്. പ്രതാപ, അവനെ വെറുതെ വിടാൻ പാടില്ല. അവന്റെ ഉള്ളു നിറയെ വിഷാ. അവൻ നിന്റെ സ്വത്തുക്കൾ കണ്ട് മോഹിച്ചല്ല ഇതൊക്കെ ചെയ്തതെന്ന് ആർക്കറിയാം. എനിക്ക് തോന്നുന്നു അവനെല്ലാം പ്രീ പ്ലാൻഡ് ആയിരുന്നു എന്ന്. അവൻ നിന്റെ അടുത്തേക്ക് വന്നതും നീയും ഋതികയുമായുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ മനസ്സിലാക്കി അവളെ കെയർ ചെയ്യുന്നു എന്ന് പുറമേ കാണിച്ച് അവളോട് അടുത്തതും അവൾക്ക് വേണ്ടി പല കാര്യങ്ങൾ സാധിച്ചു കൊടുത്തു. ഒടുവിൽ അവളുടെ മനസ്സിൽ കയറി അവളെ കൊണ്ട് ഈ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും എല്ലാം അവന്റെ പ്ലാനിംഗ് ആയിരുന്നു. അവൾക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ ആയിക്കൂടായിരുന്നോ? എന്നെ അമ്മാവനെ എല്ലാരും വേഷം കെട്ടിച്ച് ഇന്നിവിടെ നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അന്നത്തെ ആ വീഡിയോ അമ്മാവന് ഓർമ്മയില്ലേ? ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു ഭാര്യ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാ അന്നവള് അവന് വേണ്ടി ചെയ്തു കൊടുത്തത്. അത് നമ്മൾ കണ്ട കാര്യം. കാണാത്തത് എന്തെല്ലാം കാണും. മതി, നിർത്ത്. പ്രതാപ, നിനക്ക് ദേഷ്യം വരും. വന്നില്ലെങ്കിൽ നീ ഒരു അച്ഛനാകില്ല. സ്വന്തം മകളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും ദേഷ്യം വരും. പക്ഷേ ദീപക് പറഞ്ഞതിനും കാര്യമില്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്കി. 2 കല്യാണമാ മുടങ്ങിയത്. ഒന്ന് അശ്വിനുമായിട്ടുള്ളതും രണ്ടാമത്തത് ജയദേവന്റെ മകനുമായിട്ടുള്ളതും. രണ്ടും മുടക്കിയത് അവൻ തന്നെ ആവില്ലേ? ഇപ്പൊ നടന്ന കാര്യം കൂടി കൂട്ടിവെച്ച് വായിക്കുമ്പോ അതല്ലേ സത്യമാവാ? എന്നിട്ട് അതല്ല എന്റെ മോന്റെ തലയെ കൊണ്ട് വെച്ചു. ഇവനെ എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനാക്കി, വൃത്തികെട്ടവനാക്കി. എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ. ഒരാളുടെയും സംശയം അവന്റെ നേരെ വരാതിരിക്കാൻ. അവൻ ബുദ്ധിമാനാ, അതിബുദ്ധിമാൻ. അവൻ അതിബുദ്ധിമാനായിക്കോട്ടെ, എന്തു വേണോലും ആയിക്കോട്ടെ. പക്ഷേ ഞാൻ നേരിട്ട ഈ സിറ്റുവേഷൻ, ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞാൻ അവനെ കൊണ്ട് എത്തിക്കും. ഇതെന്റെ തീരുമാനം, എന്റെ ദൃഢനിശ്ചയം.
എന്താ എല്ലാരും കൂടി മിഴിച്ചു നോക്കുന്നത്? വീടൊഴിപ്പിക്കാൻ വന്നതാ ഞാൻ. വീടൊഴിപ്പിക്കാനോ? അതെ, വീടൊഴിപ്പിക്കാൻ തന്നെ. ഇപ്പൊ ഇറങ്ങണം. എന്തൊക്കെ എടുക്കാനുണ്ടെന്ന് വച്ചാ എടുത്തോണ്ട് ഇപ്പൊ ഇറങ്ങണം. രുക്മിണിയമ്മേ, എന്തായി പറയണേ? കണ്ണി ചോരയില്ലാത്ത വർത്താനം പറയരുത്. എടിപിടിന്ന് വന്ന് വീടൊഴിയാൻ പറഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് പോവാനാ. വീടൊഴിഞ്ഞു തരണമെങ്കിൽ തരാം. ഒരല്പ സാവകാശം എന്താ? ഒരു സാവകാശവും ഇല്ല. ഇപ്പൊ ഈ നിമിഷം ഇറങ്ങിക്കോണം. കണ്ണിച്ചോരയില്ലാത്ത പ്രവൃത്തികൾ ആരാ തുടങ്ങിയതെന്നും കൂടി ആലോചിക്കണം. വീടൊഴിഞ്ഞ മാത്രം പോരാ, 10 ലക്ഷം രൂപ ഇവിടെ എണ്ണി വെക്കണം. നോക്കി നിൽക്കാതെ അകത്ത് കയറി എല്ലാം വലിച്ചു വാരി പുറത്തിട. ഒന്ന് നിക്കണേ പ്ലീസ്. രുക്മിണിയമ്മേ, ഞാൻ ഈ സ്വർണം തരാം. ഇതെടുത്തിട്ട് ഇവരെ വെറുതെ വിടൂ. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവണ്ട. നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെ ശ്രീയും ഹരീഷുമായുള്ള വിവാഹം, രാജുവും രമ്യമായിട്ടുള്ള വിവാഹവും നടത്തിക്കൊള്ളൂ. അതിന് ഞാനൊരു തടസ്സവും ശല്യമൊന്നും ആവില്ലേ. ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. ഓ, അവളുടെ ഒരു സ്വർണം. ഒരുപാട് സ്വർണം കണ്ടും കൈകാര്യം ചെയ്താ ഈ രുക്മിണി ഇതുവരെ എത്തിയത്. അതുകൊണ്ട് നീ കുറെ സ്വർണം എടുത്ത് നീട്ടിന്ന് വെച്ച് എന്റെ കണ്ണൊന്നും മഞ്ഞളിക്കില്ല. അത് വെച്ച് നീ എനിക്ക് വിലയിടാനും ആളായിട്ടില്ല. മാറി നിക്കടി. കേറി സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്. ഹലോ, മാഡം പറഞ്ഞത് കേട്ടില്ലേ? അകത്തേക്ക് കയറാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു രീതിയും സാവകാശമൊക്കെ ഉണ്ടല്ലോ. ഇനി ഒരടി മുന്നോട്ട് വെച്ചാ എന്റെ കയ്യിലെ ചൂട് നീ അറിയും. അമ്മ എന്തൊക്കെ കാണിക്കുന്നേ? ദണ്ണം ഉണ്ടടി, ദണ്ണം. നിന്റെ കണ്ണ് നിറഞ്ഞ അതെനിക്കും നിന്റെ അച്ഛനും സഹിക്കില്ല. ഇതിപ്പോ അമ്മ ഒന്ന് അടങ്ങ്. രാജു മാത്രമാണ് ഇതിൽ തെറ്റുകാരൻ. രാജു ചെയ്ത തെറ്റിന് അമ്മ എന്തിനാ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നേ? അവരും അച്ഛനും അമ്മയും എല്ലാവരും ഒന്ന് തന്നെയാ. ഒന്നിനെയും വിശ്വസിക്കരുത്. അമ്മയൊന്ന് അടങ്ങ്. നിങ്ങൾ ഇറങ്ങിപ്പോയേ. അവര് കുടുംബമായി താമസിക്കുന്ന വീടാ. ഒന്ന് പോയേ. അമ്മ വാ, വാ, നമുക്ക് പോവാം. നീ വന്നേ, വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.